ഈ 2025 തുടങ്ങിയ പിന്നെ നമ്മൾ പറയുകയുണ്ടായി കൊലപാതകം, പിടിച്ചുപറി, പീഡനം, 16 വയസ്സുള്ള പെൺകുട്ടിയെ 13 വയസ്സുള്ള സഹോദരൻ പീഡിപ്പിച്ചു, അച്ഛൻ മകളെ ഗർഭിണിയാക്കി, അതിൻ്റെ കൂടെ ചേട്ടത്തിയുടെ ഭർത്താവിൻ്റെ കൂടെ അനീതിയുടെ ഒളിച്ചോട്ടം, അങ്ങനെ ആ തരത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ അവിഹിതം മാത്രമാണ് ഏറ്റവും കൂടുതൽ. അതൊന്ന് പണ്ടൊക്കെ കാലത്തൊക്കെയാണ് ഈ അവിഹിതം ചെറ്റപൊക്കലൊക്കെ ആൾക്കാർക്ക് പറയാനും പുറത്തിറങ്ങിയ നാണക്കേടും മാനക്കേടും ഒക്കെയാണ്. ഇപ്പോൾ കാലത്ത് ആയപ്പോഴേക്കും അതൊന്നും ഒരു നാണക്കേടുമില്ല, മാനക്കേടുമില്ല. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആ തരം ഒരു ചെറ്റപൊക്കലിനെ കുറിച്ചാണ്. അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓമനപ്പേരായി മാറിയിട്ടുണ്ട് ഈ ആൺസുഹൃത്തും പെൺസുഹൃത്തും എന്നുള്ളത്. അതൊരു ചിലപ്പേരിട്ടങ്ങ് നമ്മൾ വിളിക്കുകയാണ് ഇപ്പം. അപ്പോൾ എന്തായാലും നമുക്ക് അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇന്ന് രാവിലെ ഇന്നലെ രാത്രി മൊത്തം അച്ഛൻ്റെ അടക്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തൊട്ട് പോലീസുകാർ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളോട്, എൻ്റെ ഹസ്ബൻഡിനോടും അനിയനോടും എല്ലാവരോടും സംസാരിച്ച് എല്ലാ ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. പിന്നെ രാത്രി 8-9 മണിയോടെ അവർ ഇവിടുന്ന് പോയി കഴിഞ്ഞ് പിന്നെ ഇന്ന് രാവിലെ ഒരു 9 മണിയോടെ തന്നെ എല്ലാവരും വന്ന് പിന്നെ വന്നതിൻ്റെ ആളിൻ്റെ എണ്ണം കൂടി വരുമായിരുന്നു. അന്വേഷിച്ചു. ശത്രുത വെച്ചാൽ ഒരു കാര്യം മാത്രം അറിയാം. കാരണം നമ്മളത് കണ്ടിട്ടില്ല, കേട്ട കാര്യം മാത്രമേ അറിയത്തുള്ളൂ. അച്ഛൻ അവിടുത്തെ ചെറുക്കൻ്റെ അമ്മയായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ അപ്പുറത്തെ വീട്ടിലെ അമ്മ എന്ന് പറഞ്ഞ് അതൊരു 6 മാസത്തിൽ കൂടുതലായി കാണും. ഞാൻ ഓർക്കുന്നില്ല കറക്റ്റായിട്ട്. അച്ഛൻ അവിടെ ചെന്നിട്ട് ഇവർ തല്ലി ഒത്തിരി അടിച്ച് ബോധമില്ലാതെ കിടന്നു എന്നൊക്കെ പറഞ്ഞപ്പം പിറ്റേ ദിവസം കുഞ്ഞോളമ്മ എന്ന പേര് കിഴക്കുവശത്ത് താമസിക്കുന്നത് ആ അമ്മ വന്ന് ഞങ്ങളോട് ഇതൊക്കെ പറയുന്നത്. കാരണം അച്ഛനും ഞങ്ങളും കൂടെ 2 വർഷമായി പിരിഞ്ഞ് താമസിക്കുന്നത്. അപ്പം നമ്മൾ അതുകൊണ്ട് അതിന് വലിയ ബോധമായിട്ടൊന്നും നിന്നില്ല. കാരണം അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ ചോദിക്കാൻ നിന്നില്ല. എന്ത് സംഭവിച്ചു, എന്തിനാ അടിച്ച ഒന്നും നമ്മൾ ചോദിക്കാൻ നിന്നില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ അമ്മയുടെ ആൺ സുഹൃത്തിനെ മകൻ കൊന്നു. അതും വളരെ ആസൂത്രിതമായിട്ട് തന്നെയാണ് കൊന്നത്. ഈ പയ്യന്, ഈ കിരൺ എന്നാണ് ആ പയ്യൻ്റെ പേര്. അവന് തന്നെ 10-24 വയസ്സുണ്ട്. അപ്പോൾ അവൻ്റെ അമ്മയുടെ പ്രായം നമുക്ക് ആലോചിച്ച് നോക്കാവുന്നല്ലേ ഉള്ളൂ. ആ അമ്മയുടെ ആൺ സുഹൃത്തിനെയാണ് മകൻ കൊന്നത്. കെട്ടി ഇങ്ങനെ ഇരിക്കുമായിരുന്നു പുള്ളി പകരമേറ്റ്. ആ മരിച്ചുപോയ ദിനേശിൻ്റെ മകളുടെ സംസാരമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അപ്പോൾ പുള്ളിക്കാരി പറയുന്നത് ഇങ്ങനെയാണ്: അപ്പനുമായിട്ട് അങ്ങനെ വലിയ ബന്ധമൊന്നുമില്ല, ഞങ്ങളുടെ അടുത്തുനിന്ന് മാറി താമസിക്കുകയാണ് അച്ഛനൊരു ലോഡ്ജിലാണ് താമസിക്കുന്നത്. നേരത്തെ ഒരു അനുഭവം ഉണ്ടായപ്പം ഈ കിരൺ എന്ന് പറഞ്ഞ ചെക്കൻ അങ്ങനെ നല്ലതായിട്ട് ഉപദ്രവിച്ചു. അതായത് അവരുടെ അപ്പനും മോനും കൂടെ ചേർന്ന് നന്നായിട്ട് ഉപദ്രവിച്ചു. ബോധം കെടുന്ന രീതിയിലൊക്കെ തല്ലി അങ്ങനെയൊക്കെ ചെയ്തു. അത് അയലൊക്കത്തുള്ള ഒരാൾ പറഞ്ഞാണ് അവരറിഞ്ഞ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് ആദ്യമായിട്ടല്ല ഈ ചെറ്റപൊക്കാൻ പോയത്. കിരൺ എന്ന് പറഞ്ഞ പയ്യൻ്റെ അമ്മയായിട്ടൊക്കെ ബന്ധം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ അന്ന് ചെല്ലുമ്പോഴും തല്ലി മേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഈ കിരൺ എന്ന് പറയുന്നവൻ ഇയാളെ അപായപ്പെടുത്താൻ വേണ്ടി കാത്തുകെട്ടിയിരിക്കുമായിരുന്നു. കാരണം അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ്റെ 24 വയസ്സുള്ള ഒരു പയ്യൻ എന്ന് പറയുമ്പോൾ അവൻ്റെ അമ്മ ഇങ്ങനെ ഒരു അവിഹിതത്തിന് പോകുമെന്ന് പറയുമ്പോൾ ഒരു ആൺപിള്ളേർക്ക് സഹിക്കില്ല, മക്കൾക്ക് അത് സഹിക്കില്ല. അത് വരുമ്പോൾ അവനിങ്ങനെ ആലോചിച്ച് കാത്തിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നല്ല പറയുന്നത്. അപ്പം അവരുടെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് ഞാൻ സംസാരിച്ചതേ ഉള്ളൂ. നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവരിങ്ങനെ കാത്തു വെച്ചിരിക്കുകയായിരുന്നു. ഇവൻ പലപ്പോഴായിട്ടൊക്കെ ചിലപ്പോൾ അപായപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുക. അപ്പോൾ അപ്പനും മോനും കൂടി ഇതിനു മുമ്പും തല്ലിയിട്ടൊക്കെ ഉണ്ട്. എത്ര തല്ല് മേടിച്ചിട്ട് പുള്ളി ഇങ്ങനെ നാണമില്ലാതെ വീണ്ടും വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ ചുമ്മാ വരത്തില്ലല്ലോ. എന്തായാലും ആ സ്ത്രീയും കൂടെ സപ്പോർട്ട് ചെയ്യാതെ അയാൾ പിന്നെ വരത്തില്ലല്ലോ. ഈ കിരൺ എന്ന് പറഞ്ഞ പയ്യനൊരു ഇലക്ട്രീഷ്യനാണ്. അപ്പോൾ അവൻ്റെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ നമുക്കൊന്ന് കേട്ടു നോക്കാവേ. കേസിൽ പ്രതി കിരണിന്റെ അച്ഛൻ കുഞ്ഞുമോനെയും അമ്മ അശ്വതിയെയും പ്രതി ചേർത്തിട്ടുണ്ട്. കേസിലെ 2-3 പ്രതികളാണ് ഇവർ നേരിട്ട് കൊലപാതകത്തിൽ പങ്കാളികളാണെന്ന് പോലീസ് പറയുന്നില്ല. അതേസമയം തന്നെ കിരൺ ഈ കൊലപാതകം നടത്തിയ ശേഷം അച്ഛൻ കുഞ്ഞുമോന്റെ സഹായത്തോടെയാണ് മരിച്ച ദിനേശന്റെ മൃതദേഹം അത് വീടിന് പിറകിൽ നിന്ന് ഈ പാടത്തേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അമ്മ അശ്വതി ഈ കൊലപാതക വിവരം അറിഞ്ഞിട്ടും അത് പുറത്തു പറഞ്ഞില്ല, അത് മറച്ചുവെച്ചു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. 2 പേരെയും പ്രതി ചേർത്തിട്ടുണ്ട്. ഇവരെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. മറ്റൊന്ന്, ഈ കൊലപാതകം നടത്തിയത് തികച്ചും ആസൂത്രിതമായാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ വൈദ്യുതി കണക്ഷനിൽ നിന്ന് നേരിട്ട്, അതായത് മീറ്ററിന് താഴെ തന്നെ നേരിട്ട് ഒരു കണക്ഷൻ കൊടുത്ത് അതിലൂടെ വൈദ്യുതി കമ്പി പുറകുവശത്തുള്ള ഒരു ചതുപ്പ് നിലമുണ്ട്. അവിടെ വെള്ളക്കെട്ടാണുള്ളത്. ആ വെള്ളക്കെട്ടിന്റെ ഭാഗത്തേക്ക് ഈ കമ്പി ഇടുന്നു. സ്വാഭാവികമായും സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വൈദ്യുതി പ്രവഹിക്കും. ആ ഭാഗത്തേക്ക് എത്തുന്ന ആളുകൾ ആ ജലാംശമുള്ള ഭാഗത്ത് ചവിട്ടുകയാണെങ്കിൽ അവർക്ക് ഷോക്ക് ഏൽക്കും. ആ രീതിയിലാണ് ഈ ഒരു കൊലപാതകം നടത്തിയത് എന്നുള്ളതും പോലീസ് വ്യക്തമായി തന്നെ പറയുന്നു. അത്തരത്തിൽ കൃത്യമായ ആസൂത്രണത്തോടെയാണ് കിരൺ ഈ കൊലപാതകം നടത്തിയത്. കിരൺ ഇലക്ട്രീഷ്യനാണ്. അത് മൂലമുള്ള ഇലക്ട്രീഷ്യന്റെ ഒരു അറിവ് കൂടി അയാൾ ഇക്കാര്യത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നുള്ളതും പോലീസ് പറയുന്നു. അങ്ങനെ കൃത്യമായ ആസൂത്രണത്തോട് നടത്തിയ ഒരു കൊലപാതകമാണ്. അതിനുശേഷം ദിനേശന്റെ മൃതദേഹം തൊട്ടടുത്തുള്ള കുറച്ച് അപ്പുറത്തേക്ക് മാറിയുള്ള ഒരു ലൈൻ കമ്പിയോട് സമീപം, അല്ലെങ്കിൽ
അല്ലെങ്കിൽ പോസ്റ്റിനോട് സമീപമൊക്കെ നിക്ഷേപിക്കാം എന്നുള്ളതായിരുന്നു ഇവർ ആദ്യം കരുതിയിരുന്നത്. സ്വാഭാവികമായും അതിൽ നിന്ന് ഷോക്കേറ്റതാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാമെന്നും ഇവർ കരുതിയിരുന്നു. പക്ഷേ മൃതദേഹവുമായി പോകുമ്പോൾ അതിനുള്ള സാഹചര്യം ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഇത് പാടത്ത് ഉപേക്ഷിച്ചത് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഏതായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകമാണ് ഇന്നലെ ഉണ്ടായത്. പാടത്ത് മരിച്ചു കിടക്കുന്ന ഒരാൾ അയാൾ മരിച്ചു കിടന്നതാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ മരിച്ചതാണെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തു വന്നപ്പോഴാണ് ഇതൊരു കൊലപാതകമാണ് എന്നുള്ളത് തെളിയുന്നത്. ഏതായാലും പ്രതികളെ ഇന്ന് ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കും. ഇത്ര ബുദ്ധിപരമായിട്ടല്ല കിരൺ കൈകാര്യം ചെയ്തത്. പുള്ളി ഇലക്ട്രീഷ്യൻ ആയതുകൊണ്ട് തന്നെ വീട്ടിലെ കറണ്ട് ഉപയോഗിച്ച് തന്നെ അയാളെ തീർത്ത് കളഞ്ഞു. അത് വീടിൻ്റെ പുറവശത്തെ ഒരു കുളം പോലെ കിടന്ന് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്തേക്ക് പുള്ളിക്ക് കമ്പിയൊക്കെ കൊണ്ടിട്ട് അതിലേക്ക് കണക്ഷനൊക്കെ കൊടുത്ത് സ്വിച്ച് ഇട്ടാൽ കറണ്ട് അവിടെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ അപ്പോൾ ഇയാൾ വരുന്ന വഴിയൊക്കെ സ്ഥിരം കിരൺ മനസ്സിലാക്കി വെച്ചിരുന്ന എനിക്ക് തോന്നുന്നു. അല്ലെ പിന്നെ കറക്റ്റായിട്ട് അവിടെ കൊണ്ട് ഇടുവോ ഇത്. അതുമാത്രമല്ല, അന്ന് അബദ്ധത്തിലെങ്ങാനും ആരെങ്കിലും ഇവരിത് രാത്രിയിലെ ചെയ്തതെന്ന് പറയുന്നു, എന്നാൽ പോലും അബദ്ധത്തിൽ ആരെങ്കിലും അതുവഴി വന്നെങ്കിൽ ആ വെള്ളത്തിൽ ചവിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ദിനേശ് മാത്രമല്ല വേറെ പലരും അവിടെ അന്ന് മരിച്ചേനെ. കാര്യം ചെയ്ത് പുള്ളി ഒറ്റയ്ക്കാണെങ്കിലും ഇപ്പോൾ അച്ഛനെയും അമ്മേനെയും കൂടി അതിനകത്ത് പ്രതി ചേർത്തിട്ടുണ്ട്. കാരണം അപ്പനും കൂടെ ചേർന്നിട്ടാണ് ഈ മൃതദേഹം വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് മാറ്റാനായിട്ട് അവർ ശ്രമിച്ചത്. അതും ബുദ്ധി ഉപയോഗിച്ചു ഇവർ. പുള്ളി ഈ കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട് പണിയെടുക്കുന്നതായിരുന്നു. ഇലക്ട്രിക് പോസ്റ്റ്, കറണ്ട്, അങ്ങനെ കറണ്ട് കമ്പി, ഇതൊക്കെയാണ് പുള്ളി എല്ലാത്തിനും ഉപയോഗിച്ചത്. അങ്ങനെ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി കിടത്തുവാണെങ്കിൽ കറണ്ട് അടിച്ച് മരിച്ചു പോയതാണെന്ന് ആൾക്കാർ വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ അതിൻ്റെ ചൂട്ടി കൊണ്ട് കിടത്താമെന്ന് വെച്ചാൽ. അവിടുന്ന് അധിക ദൂരത്തിലേക്ക് കൊണ്ടുപോകാൻ അവർക്ക് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അവർ പാടത്ത് ഉപേക്ഷിച്ചിട്ട് പോയി. അങ്ങനെ പലരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടാവണം അവർ കണ്ടുപിടിച്ചത്. അതിനുശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് അറിയുന്നത് ഒരു കൊലപാതകമാണ്. ഇയാളുടെ കയ്യിലിരിപ്പ് വെച്ചിട്ട് ഇനി ആരെങ്കിലും തല്ലിക്കൊന്നെന്ന് വിചാരിച്ച് കാണാം. മദ്യമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ റോഡ് വഴി കിടക്കുന്നവരുണ്ടല്ലോ, അതുപോലെ കിടന്നായിരിക്കാം എന്നൊക്കെ ആൾക്കാർ കരുതി കാണും. അങ്ങനെ ആയിരിക്കും മരിച്ചു പോയി എന്നുള്ള അങ്ങനെ ആരെയും മുമ്പിൽ വെച്ച് മരിക്കുക അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി മരിക്കുക അങ്ങനെയൊന്നും അല്ലല്ലോ, പാടത്ത് കിടക്കുമല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറപ്പായി ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യും. അങ്ങനെ ചെയ്തപ്പോഴാണ് അറിഞ്ഞത് ഇത് കൊലപാതകമായിരുന്നു, ഷോക്ക് അടിച്ചാൽ മരിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ. ഈ ഇടയ്ക്കൊക്കെ വരുന്ന ഈ ഓരോരോ ന്യൂസുകൾ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, എത്ര ഐഡിയപരമായിട്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ ചിന്തിച്ചു പോവുക. ഇത്ര ബുദ്ധിയോടെയാണ് ഒരാളെ കൊല്ലുന്നതിനോ അല്ലെങ്കിൽ പക വീട്ടുന്നതിനോ യാതൊരു മടിയില്ല ആൾക്കാർക്ക്. ഇപ്പം അതിന് ഏത് മാർഗ്ഗവും അവർ സ്വീകരിക്കും. ഇതിനു മുമ്പുള്ള കൊലപാതകങ്ങൾ, ഇപ്പോൾ തന്നെ സഹോദരിയുടെ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്നു, എന്തൊരു കുട്ടീനെയാണ് അതിനെ കിണറ്റിലെറിഞ്ഞു കൊന്നു, അതിനും മടിയില്ല. ഒരു ആളെ കൊല്ലുന്നതിന് അതെങ്ങനെയെങ്കിലും ഏതെങ്കിലും മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയും കൊല്ലാനോ ഒന്നും മടിയില്ലാത്തൊരു ലോകത്തിലാണ് ഇപ്പോൾ നമ്മളായിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ തന്നെ അറിഞ്ഞാലും മരിച്ച ഉടനെ ആരും അറിഞ്ഞില്ലല്ലോ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്നേ പിന്നെയല്ലേ അറിഞ്ഞേ. കാരണം അത് കൊലപാതകമാണെന്ന് അറിഞ്ഞേ പിന്നെയാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. കിരണാണ് ഇത് ചെയ്തതെന്നും അമ്മയുടെ കള്ളക്കാമുകനാണെന്നും ഈ പരുവ കാര്യങ്ങളൊക്കെ ആയിരുന്നു, ചെറ്റപ്പൊക്കാൻ വന്നായിരുന്നു. അപ്പോൾ ആ വൈരാഗ്യം അവർ വെച്ചുകൊണ്ടിരുന്നു, ആ ഒരു ദേഷ്യം തീർത്തു എന്നതൊക്കെ നമ്മൾ അറിഞ്ഞത്. ദിനേശൻ എന്ന് പറഞ്ഞ അമ്മയുടെ സുഹൃത്തിനെ മകൻ കൊന്നു. എന്തിനേറെ പറയുന്നു, ചെറ്റപ്പൊക്കാൻ പോയി ജീവൻ കളഞ്ഞു, അത്ര തന്നെ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശിക്കണം കമൻറ്റ് രൂപേണ അറിയിക്കുക. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.